പ്രധാനമന്ത്രിക്ക് നേരെയുള്ള സുരക്ഷാ ഭീഷണിയും സുരക്ഷാ പദ്ധതി വ്യക്തമാക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർച്ചയും സംസ്ഥാന സർക്കാരിനെതിരെ ആയുധമാക്കി ബിജെപി. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന്റെ ശോഭ കെടുത്താനുള്ള ആസൂത്രിത നീക്കമാണെന്നാണ് വിമർശനം. എന്നാൽ എവിടെ നിന്ന് കത്ത് കിട്ടിയെന്ന് അത് കിട്ടിയവർ തന്നെ പറയട്ടെ എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. വ്യക്തിവിരോധത്തിന്റെ പേരിലുള്ള വ്യാജ ഭീഷണിയാണ് പ്രധാനമന്ത്രിക്കെതിരെ ഉണ്ടായതെന്ന് വ്യക്തമായെങ്കിലും അതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം ശക്തമാവുകയാണ്. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം വളരെ പ്രതീക്ഷയോടെയാണ് ബിജെപി കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടങ്ങൾക്കപ്പുറം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം തുടക്കമിടുമെന്ന് ബിജെപി വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും എക്കാലവും ബിജെപി അകറ്റി നിർത്തിയ ക്രൈസ്തവ സഭയുമായി അടുക്കാനുള്ള ശ്രമങ്ങൾക്കിടെ ഇതിൽ ആശങ്ക പൂണ്ട് CPM സർക്കാർ കേന്ദ്രങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയ വിവാദമാണിതെന്നാണ് ബിജെപിയുടെ ആരോപണം. വലിയൊരു ബഹുജന മുന്നേറ്റമാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കേരളത്തിൽ ഉണ്ടാവുന്നത്. ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ നൽകിയതിന് പിന്നിൽ പോലീസിന്റെ ബുദ്ധിയാണോ അതല്ല മറ്റാരുടെയെങ്കിലും ബുദ്ധിയാണോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. ഇത്തരമൊരു കത്ത് പുറത്തു വന്നതിന് ലാഭം ആർക്കുന്ന മറുചോദ്യമാണ് സർക്കാർ കേന്ദ്രങ്ങൾക്ക്. സ്വാഭാവികമായും ബിജെപിയാണ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ടവർ തന്നെയാകും കത്ത് ചോർത്തിയതെന്നും സർക്കാർ CPM കേന്ദ്രങ്ങൾ ആരോപിക്കുന്നു. എങ്ങനെ കത്ത് ലഭിച്ചുവെന്ന് ബിജെപിയും K സുരേന്ദ്രനുമാണ് വ്യക്തമാക്കേണ്ടതെന്നും അവർ പറയുന്നു. അങ്ങനെ പറയുമ്പോഴും സംസ്ഥാന ഇന്റലിജൻസ് മേധാവി തയ്യാറാക്കിയ കത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും തന്നെയാണ്. അത് എങ്ങനെ ചോർന്നു എന്ന ചോദ്യം ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നു. അന്വേഷണത്തിലൂടെ കത്ത് ചോർച്ചയ്ക്ക് കാരണക്കാരെ കണ്ടെത്താനാണ് ശ്രമം. ന്യൂസ് 18 തിരുവനന്തപുരം.